രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ്. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയിരിക്കുന്നത് പ്രിന്റു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു കീഴടങ്ങാനെത്തിയത്. സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. അല്പസമയം മുൻപാണ് പ്രിന്റു മഹാദേവൻ ബി.ജെ.പി. പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്, കീഴടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രിന്റു മഹാദേവന്റെ പ്രസ്താവന മലയാളത്തിലെ ഒരു സ്വകാര്യ ചാനലിന്റെ ചർച്ചയ്ക്കിടയിൽ പ്രിന്റു മഹാദേവൻ പ്രതിപക്ഷ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും സഭയിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും അടിയന്തര പ്രമേയത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുകയും ഇത് സ്പീക്കർ നിഷേധിച്ചതിനെ തുടർന്ന് ബി.ജെ.പി. ഭരണകക്ഷിയുമായി തമ്മിലുള്ള ഒരു ബാന്ധവമുണ്ട് എന്ന ആരോപണം ഉയരുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പേരാമംഗലത്തുള്ള പ്രിന്റുവിന്റെ വീട്ടിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിൽ ഈ പ്രിന്റുവിനെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം ഇന്ന് പകൽ മുഴുവനും ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി തൃശൂരിലെ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ നേതാക്കളുടെ എല്ലാം വസതിയിലേക്കും പ്രിന്റുവിന്റെ തന്നെ ബന്ധുക്കളുടെ വസതിയിലേക്കും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ പ്രിന്റു മഹാദേവനെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ ഒരു വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്ന് ഉണ്ടായത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഹാൻഡിലുകൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു ബി.ജെ.പി. നേതാവിന്റെ പ്രസ്താവനയെ ദേശീയ തലത്തിലേക്ക് തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇതിനെ തുടർന്ന് പോലീസിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും പ്രിന്റുവിനെ കണ്ടെത്തിയേ മതിയാകൂ എന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു.